Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് വെള്ളർ എങ്ങനെ ക്രീം കേക്കിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കേക്കിലേക്ക് ഈ ചോക്ലേറ്റ് വെള്ളർ കൊടുക്കുന്നത്. അപ്പം വെൽവെറ്റ് സ്പ്രെയർ യൂസ് ചെയ്തിട്ട് ഒരു വെൽവെറ്റ് എഫക്റ്റ് എങ്ങനെ നമ്മുടെ കേക്കിലേക്ക് കൊടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പം ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്സുകളും ഞാനിതിൽ പറയുന്നുണ്ട്. എനിക്കും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ, ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും. അപ്പോൾ നമുക്ക് ഈ കേക്കൊക്കെ ഒന്ന് ലേസായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ക്രീമിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ക്രീം കൊണ്ട് കോട്ട് ചെയ്ത് അത്യാവശ്യം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ് ആക്കി എടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിക്കണം. 2 മണിക്കൂറിൽ കൂടുതൽ ടൈം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലത്. ഞാനൊരു 3 മണിക്കൂറിലധികം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് വെള്ളർ കൊടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കൊക്കോ ബട്ടർ വേണം. ഇതുപോലുള്ള കൊക്കോ ബട്ടർ നമുക്ക് ബേക്കിംഗ് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ബേക്കിംഗ് ആക്സസറീസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. കണ്ടില്ലേ, ഇതിൻ്റെ ബോട്ടിൽ ഓപ്പൺ ആക്കിയാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഏകദേശം വൈറ്റ് ചോക്ലേറ്റ് പീസസ് ആക്കി ഇട്ട പോലെയാണ് കാണാനുണ്ടാവുക. പിന്നെ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 100 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ കൊക്കോ ബട്ടറും എടുക്കണം. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ, ഇത് മറ്റേത് കൊക്കോ ബട്ടറും. അങ്ങനെ രണ്ടും ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സായി കിട്ടിയാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് ഓയിൽ ക്യാൻഡി കളറാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ മെറ്റാലിക് ഡസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കളറിലാണ് ഞാൻ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള കൊക്കോ ബട്ടർ ആൻഡ് ചോക്ലേറ്റ് മിക്സ് കുറച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കളറൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളിത് ചെയ്യാനായിട്ട് കളർ വാങ്ങുകയാണെങ്കിൽ ഓയിൽ ക്യാൻഡി കളർ തന്നെ വാങ്ങാൻ നോക്കുക കേട്ടോ. ഇനി അതില്ലെങ്കിൽ ഇതുപോലുള്ള മെറ്റാലിക് ഡസ്റ്റ് യൂസ് ചെയ്തിട്ടും കളർ കൊടുക്കാം. ഇനി കളർ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൊക്കോ ബട്ടർ മിശ്രിതത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നോക്കാം ഈ കളറ് മതിയോ, ഇനിയും കൂടുതൽ കളർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഒരു ലൈറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി കളർ വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡസ്റ്റ് എടുത്ത് അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് വെൽവെറ്റ് സ്പ്രെയർ. അപ്പം ഇതിന് ഇങ്ങനെ ഒരു ബോട്ടിലുണ്ട് താഴേക്ക്. ഇതിലേക്കാണ് നമ്മൾ വെള്ളർ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ റെഡിൽ കാണുന്നത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പ്ലസും മൈനസും കാണുന്നുണ്ടല്ലോ, അത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇതുപോലെ നമുക്കിങ്ങനെ തിരിച്ചു കൊടുത്ത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിലൂടെയാണ് വെള്ളർ സ്പ്രേ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ഗണ്ണിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു, അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുന്നതാണ്. സ്പ്രെയറിലുള്ള ബോട്ടിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണുള്ളത്. അതിലേക്ക് നമ്മൾ വെള്ളർ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളർ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ചെറിയ കേക്കിലൊക്കെ ആണെങ്കിൽ
വളരെ കുറച്ച് മാത്രമല്ലേ വെള്ളർ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കത് ചെറിയ കപ്പിലേക്ക് ആക്കിയിട്ട് ആ ബോട്ടിലിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു കപ്പ് ഡിസ്പോസിബിൾ കപ്പ് അതിലേക്ക് ഇറക്കി വെച്ച് അതിലാണ് വെള്ളർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനായിട്ട് തയ്യാറാക്കിയ വെള്ളറിൻ്റെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു 40 to 45 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ ഇതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രീസറിലൊക്കെ കേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ഒരു 3 മണിക്കൂറിലധികം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രേ ചെയ്യാം. അതിന് മുന്നേ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സ്പീഡിൽ സ്പ്രേ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചുറ്റുഭാഗവും നന്നായിട്ട് തെറിക്കും. അതുകൊണ്ട് തന്നെ ചുറ്റും ഫോയിലൊക്കെ വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഞാനിത് സ്പ്രേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കിതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായത്. എൻ്റെ വെള്ളർ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ ഒരു വെൽവെറ്റ് എഫക്റ്റ് വരുന്നില്ല. ഇത് ഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒലിച്ച് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ട് നോക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്തത് കണ്ടില്ലേ, വെൽവെറ്റ് എഫക്റ്റ് വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോ ആയിട്ട് താഴേക്ക് ഇങ്ങനെ ഒലിച്ച് പോയി താഴേക്ക് ഇങ്ങനെ ആ ഒരു ഒലിച്ചിറങ്ങിയിട്ടുള്ള ആ ഒരു അടയാളങ്ങളൊക്കെ കാണും. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇതിന് മുകളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രീസറിലേക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ വെള്ളറിൻ്റെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വെൽവെറ്റ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളറിൻ്റെ ടെമ്പറേച്ചറൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 40 to 45 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമ്മളിത് രണ്ടാമത് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെൽവെറ്റ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിത് സ്പ്രേ ചെയ്ത ഉടനെ തന്നെ ഇതവിടെ നല്ല തണുത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതവിടെ സെറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേക്കിലേക്ക് നമ്മുടെ കൈയൊക്കെ ഒന്ന് തട്ടിപ്പോയാലൊന്നും കേക്കിലേക്ക് ഡാമേജ് ഒന്നും വരില്ല. പെട്ടെന്ന് തന്നെ അവിടെ സെറ്റാകുന്നതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ കൂടുതലായിട്ട് അങ്ങ് വെൽവെറ്റ് എഫക്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഫോട്ടോ പ്രിൻ്റൊക്കെ വെക്കാനുള്ളതാണ്. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. കയ്യിലേക്കൊന്നും വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഫോട്ടോ പ്രിൻ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഫോട്ടോ പ്രിൻ്റ് നമ്മളിതിങ്ങനെ ഡയറക്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അവിടെ ഒന്ന് സ്റ്റിക്കായി കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ താഴേക്ക് ഇതൊന്നുകൂടെ എടുത്ത് കേക്കിന് മുകളിൽ കുറച്ചൊന്ന് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്രീമിലേക്കാണ് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവിടെ അങ്ങ് സ്റ്റിക്കായിക്കോളും. ഇനി ഞാൻ കേക്കിന് മുകളിലും താഴെയായിട്ട് ക്രീം വെച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഈ വെൽവെറ്റ് എഫക്റ്റ് ഉള്ള കേക്കിന് ഇങ്ങനത്തെ ബോർഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചോക്ലേറ്റ് ബോൾസ് അതുപോലെ തന്നെ ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ ഫോട്ടോ പ്രിൻ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിതുപോലുള്ളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയും ഇങ്ങനെ ഫ്ലോ ആയിട്ട് വന്നല്ലോ നമ്മുടെ വെള്ളർ. അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലുള്ളൊരു ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.